പ്രിയമുള്ളവരെ, നവതാര ക്രിയേഷൻസിന്റെ വ്യത്യസ്തമായ കഴിവുകളുള്ള മനുഷ്യ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇതുപോലെ ജീവൻ തുടിക്കുന്ന ഒട്ടേറെ പ്രതിഭകൾ നിർമ്മിക്കുന്ന, ഒട്ടേറെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്റെ അടുത്താണ്. ഈ ശില്പനിർമ്മാണം മാത്രമല്ല കേട്ടോ, ഒട്ടേറെ വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു കലാകാരനാണ്. അപ്പൊ നമുക്ക് ആ കലാകാരന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ചേട്ടന്റെ പേര്? എന്റെ ഒരു ദിവാകരൻ. ദിവാകരൻ അല്ലേ? ഓക്കെ. ഇവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞാൻ വൈഫ് മാത്രമേ ഉള്ളൂ. വൈഫ് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇഷ്ടംപോലെ അയൽവാസികളും ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ടല്ലേ? അതല്ല, ഇഷ്ടംപോലെ നമ്മുടെ ജീവനുള്ള കുറെ പ്രതിമകളും അവിടെ ഉണ്ട്. അപ്പൊ എത്ര നാളുകളായിട്ടാണ് ചേട്ടൻ ഈ പ്രതിമ നിർമ്മാണവും ഈ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്? ഞാൻ ചെറുപ്പം തുടങ്ങി ഇതിനകത്ത് ചെയ്തു പോന്നതാ. ഈ ശില്പനിർമ്മാണം അല്ലാതെ ചേട്ടൻ വരയ്ക്കുമെന്ന് അറിഞ്ഞു, അതുപോലെ തന്നെ ഓടക്കുഴൽ വായിക്കുമെന്നൊക്കെ അറിഞ്ഞു. അതൊക്കെ എങ്ങനെയാണ്? പുല്ലാങ്കുഴൽ ഞാൻ ശകലം പഠിച്ചിട്ടുണ്ട്, പോയി ചെറുപ്പത്തിലേ പോയി ശകലം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അധികം വായിക്കാനും പറ്റൂല, എന്നാലും വീട്ടിൽ നിന്ന് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ പാടില്ലേ? ഓടക്കുഴലിലൂടെ നല്ലൊരു ഗാനം. നല്ല സുഖലത്താണ് ഞാൻ ശകലം വായിക്കും. ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട ദിവാകരൻ ചേട്ടൻ ഇപ്പോ ഈ ഓടക്കുഴൽ കയ്യിലെടുത്തിരിക്കുന്നത്. അല്ല, ചില വിഷമതകൾ മൂലം അദ്ദേഹം ഇപ്പോൾ ഇതിന്റെ പ്രാക്ടീസ് നടത്താറില്ല. ഇപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഈ ഓടക്കുഴൽ ഒരു പാട്ട് പാടുന്നത്. അപ്പൊ വീണ്ടും ഒരു നല്ല ഗാനം കൂടി നമുക്ക് അദ്ദേഹം വായിച്ചു തരും. നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് ഒട്ടനവധി കഴിവുകളുണ്ടെന്ന് ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ദിവാകരൻ ചേട്ടൻ വരച്ചതാണ്. ചിത്രരചന മാത്രമല്ല, അദ്ദേഹം ഒട്ടേറെ ഓടക്കുഴകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. നമ്മുടെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഓടക്കുഴലുകൾ നിർമ്മിച്ച് നൽകുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം കൂടി ചേർന്ന് വായിച്ച്.
അപ്പൊ ചേട്ടൻ ഇത് പറയാതെ പറഞ്ഞു നിർത്തിയ പോലെ ചേട്ടന്റെ താങ്ങും തള്ളുമായി എല്ലാ കാര്യങ്ങളും ചേട്ടനോടൊപ്പം നിൽക്കും. ചേട്ടന്റെ പ്രിയപ്പെട്ട പ്രാണസഖിയാണ് ഇത്. ചേച്ചി എന്താണ് ചേച്ചിയുടെ പേര്? ശോഭന. അപ്പൊ ചേട്ടന്റെ ഈ ചെടിച്ചട്ടി നിർമ്മാണത്തിലും പ്രതിമ നിർമ്മാണത്തിലൊക്കെ ചേട്ടനെ ചേച്ചി സഹായിക്കുന്നുണ്ട്. എന്തിനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ചെറിയ പ്രതിമയൊക്കെ നിർമ്മിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? സഹായിക്കുന്നുണ്ടല്ലേ? അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ് ഈ ചെടിച്ചട്ടി നിർമ്മാണത്തിലും ഈ പ്രതിമ നിർമ്മാണത്തിലും ഓടക്കുഴൽ നിർമ്മാണത്തിലൊക്കെ ചേട്ടനോടൊപ്പം തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. അപ്പൊ ചേച്ചി വളരെ സന്തോഷം നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത്, ചേട്ടന്റെ ഈ പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞത്. തൽക്കാലം ഈ മാതൃസ്നേഹം തുളുമ്പുന്ന അമ്മയും കുഞ്ഞിനോടും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ കുട്ടിക്കുറുമ്പനോടെല്ലാം വിട പറയുകയാണ്. ഒട്ടേറെ സങ്കടങ്ങളും പ്രയാസങ്ങളെല്ലാം ഉള്ളിലൊതുക്കുമ്പോഴും മറ്റുള്ളവരെ രസിപ്പിക്കുവാനായി സന്തോഷിപ്പിക്കുവാനായി സമയം കണ്ടെത്തുന്നവരാണ് കലാകാരന്മാർ. അത്തരത്തിലൊരു കലാകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ദിവാകരൻ ചേട്ടൻ. ദിവാകരൻ ചേട്ടന് ഇതൊരു കല മാത്രമല്ല, ഇതൊരു ഉപജീവന മാർഗം കൂടിയാണ്. ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒട്ടേറെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും അതോടൊപ്പം ചെടിച്ചട്ടികളും ഓടക്കുഴലുമെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായി ഉണ്ട്. തീർച്ചയായും വ്യത്യസ്തമായ കഴിവുകളുള്ള ദിവാകരൻ ചേട്ടനെ നിങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന പ്രതീക്ഷയോടെ അടുത്ത എപ്പിസോഡിൽ വ്യത്യസ്തമായ കഴിവുകളുള്ള മറ്റൊരു പ്രതിഭയെ കണ്ടെത്തുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് നവതാര. ഗുഡ് ബൈ.